ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ബ്രുസ്കെട്ട ഉണ്ടാക്കാം. ചിലർ ബ്രുഷെട്ട എന്നും പറയും. ബ്രുസ്കെട്ട എന്നാണ് ശരിക്കും ഇറ്റാലിയൻ ഇതിൽ പറയാറ്. അപ്പോൾ അതിൽ നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിന്ന് ഗാർലിക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ വെളുത്തുള്ളി ഒരു അല്ലി എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഓവൽ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗാർലിക് ബട്ടർ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ, പനീർ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ, പനീർ, ഓണിയൻ, പിന്നെ ക്യാരറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കത് തവയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തവയിലത് നമുക്ക് വെച്ച ശേഷം നമുക്കതിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. ചീസ് നിങ്ങൾക്ക് മോസറല്ല ചീസോ പിസ്സ ചീസോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിലേക്ക് പിസ്സ ആൻഡ് പാസ്ത സോസ്, പിസ്സയുടെയും പാസ്തയുടെയും സോസ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മയോണൈസും കൂടെ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ഈ ചീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിന്ന് വെജിറ്റബിൾസ് ചേർത്തിട്ടില്ല. വെജിറ്റബിൾസും കൂടി ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒറിഗാനോ കുറച്ച് ചേർത്തിട്ട് ഒറിഗാനോവും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതീയിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ആ ചീസ് മെൽട്ടാകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസൊക്കെ നല്ലപോലെ മെൽട്ടായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ ബ്രുസ്കെട്ട റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ തവയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ്, കോറിയൻഡർ ലീവ്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.